ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആർദ്രം മീഡിയ. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ വെർമസലി, നമുക്ക് എല്ലാവർക്കും അറിയാം, പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെർമസലിയാണിത്. നോർമലി നമുക്ക് കിട്ടുന്നത് എപ്പോഴും മൈദയുടെ വെർമസലിയാണ്. ഇത് ഗോതമ്പിൻ്റെ വെർമസലിയാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു പാസ്ത പോലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ശരിക്കും അത് പാസ്ത അല്ല, പക്ഷേ ബട്ടർ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാസ്ത ടൈപ്പ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെന്നും ഉപ്പുമാവ് അത് ഇത് അങ്ങനെയല്ലേ ഓരോ സാധനങ്ങൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അപ്പോൾ എങ്ങനൊരു വെറൈറ്റി ആയിട്ടുള്ള, കുട്ടികളൊക്കെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഈസി ആയിട്ട് വേഗം ചെയ്യാൻ പറ്റുന്നതും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു നല്ലൊരു ഫുഡാണിത്. നമ്മൾ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ഓയിൽ, എന്തെങ്കിലും ഒരു റീഫൈൻഡ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുറേ പച്ചക്കറികൾ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ആ ബീൻസ് എടുത്തു. ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു ക്യാപ്സിക്കം, ആ ക്യാപ്സിക്കമും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ വെർമസലി ഇങ്ങനെ വേവുന്നുണ്ട്. ആക്ച്വലി ഞാനൊരു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചപ്പോഴാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നുള്ളൊരു ചിന്തയിലാണ് ശരിക്കും എങ്കിൽ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ വെർമസലി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് വെള്ളം അത് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ടോ എന്തെങ്കിലും, നമ്മൾ കണ്ണോപ്പ എന്നൊക്കെ പറയില്ലേ, സ്ട്രെയിനർ, അതിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിൻ്റെ വെള്ളം വാർന്നു പോയതിന് ശേഷമാണ് നമുക്കത് യൂസ് ചെയ്യേണ്ടത്. ശരിക്കും ഒരു 80% ആയപ്പോൾ തന്നെ, 80% വേവ് ആയപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് വീണ്ടും കുറച്ചും കൂടി വേവും. അപ്പോൾ അതുകൊണ്ട് ഒരു 80-85% ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കൊരു വെന്തു എന്ന് തോന്നുന്ന ഒരു ടൈമിൽ നമ്മൾ എടുക്കുക. ഒരു 3 ഗാർലിക് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം, ബീൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതിൽ എല്ലാ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു റീഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഞാൻ ഒരു കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇത്തിരി ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ചീസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഫാറ്റ് ഫുഡല്ല, ശരിക്കും എന്താ പറയുക, നമ്മളൊരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആവാനായിട്ട് നമ്മൾ ചെറിയൊരു തീയിലാണ് വെച്ചേക്കുന്നത്. നമ്മളിതിൽ ഹൈ ഫ്ലെയിമിൽ ചൈനീസ് കുക്കിങ്ങിൻ്റെ ഒരു ആവശ്യം ഇതിലില്ല. കാരണം നമ്മൾ ചെറിയ തീയിൽ മാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ആവാനുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ വളരെ നേർമയായിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. വലിയൊരു കട്ടിയിൽ വലിയ കഷ്ണങ്ങളല്ല. അപ്പം നമ്മൾ നമ്മുടെ ഗാർലിക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് നല്ല രീതിയിൽ 1 മിനിറ്റോളം നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ ഈ പച്ച മണം മാറി ഇതിൻ്റെ ഈ ഒരു നല്ല മണം വരും. ആ ഒരു ഫ്ലേവർ ശരിക്കും ഈ പാസ്തയ്ക്ക് നല്ല ഫ്ലേവർ ആയിരിക്കും. ആ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു മണമൊക്കെ നല്ലൊരു എന്താ പറയുക, നമുക്കിഷ്ടമാവും അത് കഴിക്കാനായിട്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ ഇതൊന്ന് ഈ ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന സമയത്തേക്ക് നമ്മൾ വേഗം നമ്മുടെ ബാലൻസ് ഉള്ള പച്ചക്കറികൾ കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം. ഞാൻ ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ഈ ബീൻസ് സാധാരണ ആരും അങ്ങനെ ചേർക്കത്തില്ല. ഞാനങ്ങനെ വെറുതെ എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ ചേർക്കുന്നതാണ്. നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടേബിൾ സ്പൂണ് നമ്മൾ ചേർക്കണം. എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, പക്ഷേ ഒരു കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണത്. പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസുമാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അതൊന്ന് കുറച്ച് വേവാനുണ്ട്. അത് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ തീ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം ഇത് കൂടുതൽ ഫ്ലെയിം വന്നു കഴിഞ്ഞാൽ വേഗം ഈ അടുപ്പിലിരിക്കുന്ന സാധനങ്ങൾ കരിഞ്ഞു പോവുള്ളൂ. ഒരിക്കലും അത് വേവില്ല, കുക്കാവില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച്, ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനതിൽ ഉപ്പ് ചേർക്കുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ വെർമസലി വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൂടി ഇട്ടതിന് ശേഷം മാത്രമേ എനിക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മളിപ്പം കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ജസ്റ്റ് കുക്കിനിടുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഇത് ജസ്റ്റ് ഒന്ന് ഇതിപ്പോഴും എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഇനി മാറ്റി വെച്ചിരുന്ന വെർമസലി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം ഇതെപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയം നമുക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാൻ പറ്റും. അത് എൻ്റെ കയ്യിൽ പെപ്പർ പൗഡർ ഉണ്ടായിരുന്നില്ല. ഭയങ്കര നൈസായിട്ടുള്ള പൗഡറുണ്ട്. പക്ഷെ അത് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഈ കാണുന്ന ഒരു കളറ് നമ്മുടെ പാസ്തയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അതിനൊരു ബ്ലാക്ക് കളറിലേക്ക് പോകും.
നമ്മുടെ കയ്യിൽ അധികം പൊടിക്കാത്ത പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ഗാർണിഷിങ്ങും പിന്നെ എന്താ പറയുക അതിൻ്റെ പോലെ ഒരു ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ ആയിട്ട് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ കൂടി കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ അതിന് മുമ്പ് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചിക്കൻ ഉപ്പും കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ചേർത്തിട്ട് വേവിച്ച ചിക്കൻ നമ്മൾ പീസ് പീസാക്കി യൂസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്തേക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ഒനിയൻ കട്ട് ചെയ്തത് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്തതും കൂടി ഇട്ട് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു കുക്കിംഗ് ആണത്. പിന്നെ അതേപോലെ എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഇതെൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഉള്ള റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡുകളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇഷ്ടമുള്ളവരൊക്കെ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. താങ്ക്